ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ സെക്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മെഷീൻസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൽ തന്നെ കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കമ്പാരിസൺ. ദെൻ എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ്റെ ഡെറിവേഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിന്ന് പ്രധാനമായും നോക്കേണ്ടത് രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണെന്നും അതുപോലെ തന്നെ EMF ഇക്വേഷൻ വെച്ച് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ചെല്ലാം ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിൽ അപ്ലൈ ചെയ്യുന്നത് AC വോൾട്ടേജാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോമറിൽ. ഞാൻ അതിനെ V1 എന്ന് കോൾ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്ത സൈഡിനെ പ്രൈമറി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് കോർ ആൻഡ് രണ്ട് വൈൻഡിങ്സ് ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ്. അപ്പോൾ അതിൽ ട്രാൻസ്ഫോമറിൽ പ്രൈമറി സൈഡിൽ ഞാനൊരു വോൾട്ടേജ് V1 അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഞാൻ അതിനെ I1 എന്ന് വിളിക്കുകയാണ്. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഫലമായിട്ട് ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ ഉറപ്പായിട്ടും അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളൊരു കോറുമായി ലിങ്ക് ചെയ്ത് അടുത്തൊരു വൈൻഡിങ്ങിലേക്ക് ലിങ്ക് ചെയ്യിക്കുകയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ് എങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, കണ്ടക്ടറിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ബാക്കി ഫിംഗേഴ്സ് വെച്ച് കഴിഞ്ഞാൽ, കേൾ പോലെ പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് നമുക്ക് എന്ത് തരും? ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ തരും. ഇതാണ് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ പറയുന്നത് കോറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കോറിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. എന്ത് മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെല്ലാം ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കോർ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറിയിൽ ഈ ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ലിങ്ക് ചെയ്യുകയാണ്. അത് കാരണമായിട്ട് സെക്കൻഡറിയിൽ എന്ത് ചെയ്യും? ഒരു കറണ്ട്, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലോഡ് കണക്ട് ചെയ്യുകയാണ് എങ്കിൽ ഇതിൽ കൂടി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡിലുള്ള കറണ്ടിനെ ഞാൻ I2 എന്ന് വിളിക്കുകയാണ്. ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ V2 എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFന് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അവിടുത്തെ ലോ പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ EMFന് ഞാൻ E2 എന്ന് വിളിക്കുകയാണ്. ഇൻഡ്യൂസ്ഡ് EMF E2. പ്രൈമറി ഇതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ, ഈ ഫ്ലക്സ് തന്നെ പ്രൈമറി ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിന് സെൽഫ് ഇൻഡക്ഷൻ ഇവിടെ നടക്കുന്നത്. അതിന് ഞാൻ വിളിക്കുന്നത് E1 എന്ന് ഞാൻ വിളിക്കുകയാണ്. നമ്മൾ ഈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തത് പ്രൈമറി സൈഡിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്ത് E1 എന്നും സെക്കൻഡറി സൈഡിൽ ഇൻഡ്യൂസ് ചെയ്ത് EMFനെ E2 എന്നും കോൾ ചെയ്യുകയാണ്. അതുപോലെ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറി നമ്പർ ഓഫ് ടേൺസിനെ N1 എന്നും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസിനെ N2 എന്നും ഞാൻ വിളിക്കുകയാണ്. ഇത്രയും ടേം എല്ലാവരും ഫെമിലറൈസ് ചെയ്തിരിക്കണം. V1, I1, N1, E1, V2, I2, N2, V2. ഓക്കെ, ഫ്ലക്സ് 5. ഫ്ലക്സ് സൈനസോയിഡൽ വേവ് ഫോം ഷേപ്പിലാണ്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് AC വോൾട്ടേജ് ആണ്. ഓക്കെ, നമ്മൾ അതിന് ശേഷം നമ്മൾ പറഞ്ഞു ഈ ഫ്ലക്സ് എങ്ങനെയാണ്, ഫ്ലക്സിൻ്റെയും കറണ്ടും ഒരേ ഫേസിലായിരിക്കുമെന്നും അങ്ങനെ കുറച്ച് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താൽ അത് നമ്മൾ ഇനി നോ ലോഡ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ചെറിയൊരു ലോഡ് ഇല്ലാത്ത സമയത്തുള്ള ചെറിയൊരു ഫേസ് ഡയഗ്രം നമ്മൾ അനാലിസിസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് പറയേണ്ടത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം EMF ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തു. E1 പ്രൈമറി സൈഡിൽ ഇൻഡ്യൂസ് ചെയ്ത EMF ഇക്വേഷൻ E1 ഈക്വൽസ് ടു 4.44 F phi m N1. ഇതാണ് പ്രൈമറി സൈഡിൽ ഇൻഡ്യൂസ് ചെയ്ത EMF ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. സെക്കൻഡറി സൈഡിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡറി സൈഡിൽ ഇൻഡ്യൂസ് ചെയ്ത EMF E2 ഈക്വൽസ് ടു 4.44 phi F phi m N2. 4.44 F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, ഹെഡ്സ്
ഫൈ എം എന്ന് പറഞ്ഞാൽ ഫ്ലക്സ്, മാക്സിമം ഫ്ലക്സ്, വെബർ ആണ് യൂണിറ്റ്. N1 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, N2 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണ്. ദെൻ ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക E2 by E1 ഈക്വൽസ് ടു E2 by E1 ഈക്വൽസ് ടു 4.44 കട്ടാകും, എഫ് കട്ടാകും, ഫൈ എം കട്ടാകും. അതായത് ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. റിമൈനിങ് ആയിട്ട് വരുന്നത് N2 ഡിവൈഡ് ബൈ N1. ദിസ് ഈസ് ഈക്വൽസ് ടു K. ഇതിനെയാണ് ഈ K പറയുന്നതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. K ആണ് വിളിക്കുന്നത്. E2 by E1 ഈക്വൽ ടു N2 by N1 ഈക്വൽസ് ടു K. ഓക്കെ, ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറാണ് എടുക്കുന്നതെങ്കിൽ, കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത EMF E1ഉം അതുപോലെ തന്നെ സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത EMF E2ഉം V2ഉം സെയിം ആയിരിക്കും. ഞാനൊരു ഐഡിയൽ ട്രാൻസ്ഫോമറാണ് എടുക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജും അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFഉം സെയിം ആയിരിക്കും. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അപ്ലൈ ചെയ്ത വോൾട്ടേജും ഇൻഡ്യൂസ് EMFഉം എല്ലാ കേസിലും സെയിം ആകണം എന്നില്ല. ഐഡിയൽ കേസിൽ സെയിം ആയിരിക്കും. കാരണം ഈ വൈൻഡിങ്ങിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ടാവും, പല ടൈപ്പിലുള്ള ലോസുകൾ ഉണ്ടാവും. അപ്പോൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ് എങ്കിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജും ഇൻഡ്യൂസ് ചെയ്ത EMFഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത EMFഉം ടെർമിനൽ വോൾട്ടേജ്, ഇത് നമ്മൾ പറയുന്നവർ ടെർമിനൽ വോൾട്ടേജ് എന്നാണ്, നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ടെർമിനൽ വോൾട്ടേജ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇത് രണ്ടും സെയിം ആയിരിക്കും ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ് എങ്കിലാണ്. അതായത് ഇപ്പോൾ കിട്ടിയത് E2 by E1 ഈക്വൽസ് ടു N2 by N1. അങ്ങനെയാണെങ്കിൽ E2 by E1 തന്നെ അതിന് ഡയറക്റ്റ്ലി തന്നെ ആയിരിക്കും എന്താ V2 by V1. ആ ഒരു ഇക്വേഷനും കൂടി ജസ്റ്റ് ഒന്നിരിക്കട്ടെ, K എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ E2 by E1ഉം V2 by V1ഉം സെയിം ആയിരിക്കും. E2 തന്നെ ആയിരിക്കും V2, V1 തന്നെ ആയിരിക്കും V1. ഓക്കെ, പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ സെയിം ആവണമെന്നില്ല. നമ്മൾ ലോസ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് E2ഉം V2ഉം ഡിഫറെൻ്റ് ആയിരിക്കും, E1ഉം V1ഉം ഡിഫറെൻ്റ് ആകും. പക്ഷേ നോർമൽ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ E2 ഈക്വൽസ് ടു V2 എന്നും E1 ഈക്വൽസ് ടു V1 എന്നൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ നമ്മൾ ചിലപ്പോൾ അസ്യൂം ചെയ്യും, പ്രോബ്ലത്തിൽ സൊല്യൂഷൻ കിട്ടാനായിട്ട്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ രണ്ടും സെയിം ആകണം എന്നില്ല. അതായത് അപ്ലൈ ചെയ്ത വോൾട്ടേജും അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFഉം, E1 E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത EMFിൻ്റെ നൊട്ടേഷനാണ്. V1 V2 ആണ് അപ്ലൈ ചെയ്ത വോൾട്ടേജും ടെർമിനൽ വോൾട്ടേജ്. അത് കൺഫ്യൂസിങ് ആക്കരുത്, അത് വ്യക്തമായി മനസ്സിലായിക്കോളണം. ഇൻഡ്യൂസ് ചെയ്ത EMFിനാണ് നമ്മൾ E1 E2 എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഡെറൈവ് ചെയ്തിട്ട് EMF ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ തന്നെ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ എനിക്കറിയാം ഒരു ട്രാൻസ്ഫോമർ ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ്. അതായത് ഇൻപുട്ട് പവർ ഈക്വൽസ് ടു എന്തായിരിക്കും? ഔട്ട്പുട്ട് പവർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? ഇൻപുട്ട് പവർ നമ്മൾ ട്രാൻസ്ഫോമർ ജനറലായിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് VAയിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ VA, വോൾട്ട് ആംപിയർ, VAയിലാണ്. അതായത് ഇൻപുട്ട് പവർ, അതായത് ഇൻപുട്ട് VA, KVA പറയേണ്ട, VA തൽക്കാലം ഞാൻ പറയുകയാണ്. നോർമലായിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിനെ റേറ്റ് ചെയ്യുന്നത് കിലോ വോൾട്ട് ആംപിയർ KVAയിലായിരിക്കും. ഓക്കെ, ചിലപ്പോൾ VA എന്ന് നോർമലായിട്ട് നമുക്ക് പറയാം, കിലോ എന്ന് പറഞ്ഞ ടേം ഒഴിവാക്കിയിട്ട് VA എന്ന് പറയാണ്, വോൾട്ട് ആംപിയർ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് VA, വോൾട്ട് ആംപിയർ, ഇൻപുട്ടിലെ വോൾട്ട് ആംപിയറും ഔട്ട്പുട്ടിലെ വോൾട്ട് ആംപിയറും, പവർ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുകയാണ് ഇൻപുട്ടിലെ വോൾട്ട് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ V1 ആണ് ഞാൻ അപ്ലൈ ചെയ്തത്, കറണ്ട് I1 ആണ്. ആ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, പ്രീവിയസ് സ്ലൈഡിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വെച്ചാൽ V2, ടെർമിനൽ വോൾട്ടേജ്, കറണ്ട് എന്ന് വെച്ചാൽ I2. ഈ I2 ഫ്ലോ ചെയ്യുന്നത് ലോഡ് കണക്ട് ചെയ്യുമ്പോഴാണ് I2 ഫ്ലോ ചെയ്യുന്നത്, അല്ല എങ്കിൽ I2 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ലോഡ് കൂടി കാണിച്ചത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ റേഷ്യോ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ കഴിയുക? V1/V2, ഈ V2നെ ഞാൻ ഈ സൈഡിൽ കൊണ്ടുവരികയാണ്, I1 ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം, I2/I1 ഈക്വൽസ് എന്താണെന്ന് എഴുതാം? V1/V2, V2/V1 ആണ് K, E2/E1 ഈക്വൽസ് ടു N2/N1 ഈക്വൽസ് ടു V2/V1 ഈക്വൽസ് ടു K ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാ? V1/V2 ആണ്, V1/V2 ഈക്വൽസ് ടു 1/K. ഈ ഒരു റിലേഷനും കൂടി ബാധകമാണ്. വോൾട്ടേജിനെയും കറണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷനാണിത്. ഇവിടെ 1/K ആണ്. അതായത് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, E2/E1 ഈക്വൽസ് ടു N2/N1 ഈക്വൽസ് ടു എന്താണ്? V2/V1 ഈക്വൽസ് ടു I1/I2 ഈക്വൽസ് ടു K. അതായത് കറണ്ട് മാത്രമാണ്. ഈ ഒരു റേഷ്യോ നമുക്ക് എപ്പോഴും പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷനാണിത്. നമുക്കിതിൽ നിന്നും K എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ. ഇതിനകത്ത് എനിക്കിപ്പോൾ E2 ഈക്വൽസ് ടു E1 ഇൻറ്റു K, E1 ഇൻറ്റു K എന്ന് എഴുതാം. N2 ഈക്വൽസ് ടു N1 ഇൻറ്റു K, അതായത് N2/N1 ഈക്വൽസ് ടു K, E2/E1 ഈക്വൽസ് ടു K. ഇതൊരു ട്രാൻസ്ഫർമേഷൻ റേഷ്യോ, ട്രാൻസ്ഫോർമറിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ എന്ന് പറയും. ഇപ്പൊ N2/N1 നമ്മൾ ടേൺസ് റേഷ്യോ എന്ന് നമ്മളിതിനെ വിളിക്കലുണ്ട്. ടേൺസ് റേഷ്യോ, അതായത് സെക്കൻഡറി ടേൺസ് ഡിവൈഡ് ബൈ പ്രൈമറിയിലെ ടേൺസ്, അതിനെ ടേൺസ് റേഷ്യോ എന്ന് നമ്മൾ വിളിക്കലുണ്ട്. ജനറൽ ആയിട്ട് നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിത് ലാബിൽ ഒരു ട്രാൻസ്ഫോർമറിന്റെ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ലാബിൽ എക്സ്പെരിമെന്റ് നമുക്ക് ചെറുതായിട്ട് ഇൻട്രൊഡക്ഷൻ പോലെ വരണം. ഇതാണ് N2 ഈക്വൽസ് നമുക്ക് എങ്ങനെ എഴുതാം? N1 ഇൻറ്റു K അല്ലേ. അപ്പം I2ന്റെ വാല്യൂ നീ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? I2 ഈക്വൽസ് ടു I1/K, അതായത് I1/I2 ഈക്വൽസ് ടു K അല്ലേ, I1/K. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണോ ഈ റിലേഷൻ നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ E2/E1 ഈക്വൽസ് N2/N1 എന്ന് മാത്രം യൂസ് ചെയ്ത് 3 പാരാമീറ്റർ ഉണ്ട്, വേറൊരു പാരാമീറ്റർ ആണെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ Kയുടെ വാല്യൂ ആണെങ്കിൽ കണ്ടുപിടിക്കാം, K കണ്ടുപിടിക്കാം, അതായത് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഇത് മോഡലിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് EMF ഇക്വേഷൻ പറഞ്ഞു, അത് വെച്ചാണ് നമുക്ക് ആദ്യം ഡിറൈവ് ചെയ്തെടുത്തത്. ഇല്ല, നമുക്ക് ജനറൽ ആയിട്ടുള്ള ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള E1 ഈക്വൽസ് ടു E1 ഈക്വൽസ് ടു എന്താണ്? N1 ഇൻറ്റു d∅dt. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തന്നെ എത്തും. E2 ഈക്വൽസ് ടു, അല്ലെങ്കിൽ മൈനസ് സൈൻ കൊടുക്കുകയാണെങ്കിൽ ലെൻസസിൽ അപ്ലൈ മൈനസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ E2 ഈക്വൽസ് ടു N2 ഇൻറ്റു d∅dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷനിലോട്ട് തന്നെ എത്താൻ കഴിയും. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഫാരഡേസ് ലോയുടെ ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്കസ് ചെയ്യണം. ആരും ഡൗട്ട്സ് ഒന്നും അധികം ചോദിക്കുന്നില്ല, 1-2 കുട്ടികൾ മാത്രമേ ഡൗട്ട്സ് ചോദിച്ചുള്ളൂ. നമുക്ക് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആക്കി മാറ്റാൻ കഴിയുള്ളൂ ഈ ക്ലാസ്സിന്. എന്തൊരു സജഷൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാൻ കഴിയുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്നൊരു ടോപ്പിക്കാണിത്. അതായത് EMF ഇക്വേഷൻ്റെ ഡെറിവേഷനും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലവും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വൈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്, അതുപോലെ തന്നെ ഐഡിയൽ ട്രാൻസ്ഫോമർ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ഡെറിവേഷൻ, ഈ വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ, ഈ EMF ഇക്വേഷനും വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോയുടെ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ഇതുവരെ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം കംപ്ലീറ്റഡ് ആണ്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ മാത്രമാണ് വരുന്നത്. അതാണ് എക്സാം പാറ്റേണിലായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള EMF ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ്. കൂടെ എല്ലാ ആൾക്കാരും നോട്ട് എഴുതണം. ഈ പ്രോബ്ലംസ് ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി ചെയ്യണം. ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ വാല്യൂസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ക്വിസിൽ ഈ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ മതി. വാല്യൂസ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത്.
അതുപോലെ തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി ചേർത്തിട്ടുള്ള PDF നോട്ട് കൂടി നിങ്ങൾക്ക് അയച്ചു തരും. ഒരു 5-6 ക്വസ്റ്റ്യൻ അധികമായിട്ടുള്ള PDF നോട്ട്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കണം. സൊല്യൂഷൻ ഞാൻ അതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത് അയച്ചു തരും. ഓക്കെ, സൊല്യൂഷനുള്ള PDF ഞാൻ പിന്നീട് ഇടും. ആദ്യം ഒരു PDF-ൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. Transformer 3000 watt 200 volt 50 Hz single phase transformer is built on a core having an effective cross sectional area 150 square centimeter and has 80 turns in the low voltage winding. ഈ ക്വസ്റ്റ്യൻ എക്സാമിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? ഫ്ലക്സ് ഡെൻസിറ്റി ആണ് അല്ലേ. ഫ്ലക്സ് ആണെങ്കിൽ 5 ആയിരുന്നു, മാക്സിമം 5M. ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ BM ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ അല്ലേ. BM കണ്ടുപിടിക്കണം. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ HV വൈൻഡിങ്. ഹൈ വോൾട്ടേജ് വൈൻഡിങ് നോക്കുമ്പോൾ പ്രൈമറിയിലാണോ സപ്ലൈ ട്രാൻസ്ഫോർമർ വെച്ചാൽ 3000 ബാർ 200 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? പ്രൈമറിയിലുള്ള N1 കൂടി നമ്മൾ കണ്ടുപിടിക്കണം. N1 BM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 3000 ബാർ 200 വോൾട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണല്ലേ നമ്മൾ കൊടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് ഒന്ന് എടുത്തെഴുതാം. ഞാൻ അസ്യൂം ചെയ്യുകയാണ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഇൻഡ്യൂസ്ഡ് EMF-ഉം സെയിം ആണ് എന്ന്. ഓക്കെ, അതായത് E1 ഈക്വൽസ് ടു 3000 വോൾട്ട്, E2 ഈക്വൽസ് 200 വോൾട്ട്. വീണ്ടും ശ്രദ്ധിക്കണം, E1-ഉം V1-ഉം അപ്ലൈ ചെയ്ത വോൾട്ടേജും പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത EMF-ഉം സെയിം ആകണമെന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിലില്ല, നമ്മൾ അങ്ങനെ തന്നെയാണ് സെയിം ആണെന്നുള്ള കൺസിഡറേഷനാണ് പോകുന്നത്. ലോഡ് കണക്ട് ചെയ്ത് അതുപോലെ തന്നെ ഈ ലോസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ കോപ്പർ ലോസും അതുപോലെ വൈൻഡിങ് റെസിസ്റ്റൻസ് അങ്ങനെ എന്തെങ്കിലും ടേംസും അങ്ങനെ എന്തെങ്കിലുമുള്ള പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഈ V1-ഉം സെയിം ആണെന്നുള്ള കൺസിഡറേഷൻ പോകരുത്. നമ്മൾ ഫേസ് ഡയഗ്രം ഒക്കെ വെച്ച് അനലൈസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആക്കി വേണം പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അത് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യണം, നമുക്കത് ഡിസ്കസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് എഫക്റ്റീവ് ആവില്ല. ഇത് എളുപ്പമുള്ള പ്രോബ്ലമാണ്, നമുക്ക് ചെയ്യാനത് എളുപ്പമുള്ള പ്രോബ്ലം. E1-ഉം E2-ഉം നമുക്ക് എഴുതി. ഫ്രീക്വൻസി F = 50 Hz അല്ലേ. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ, കോറിൻ്റെ ക്രോസ് സെക്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ വരയ്ക്കാം. ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഒക്കെ വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എല്ലാ ടേംസും ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാം എക്സാമിന് എഴുതുമ്പോൾ. അതിനുശേഷം ക്രോസ് സെക്ഷൻ ഏരിയ A ഈക്വൽസ് ടു എത്രയാണ്? 150 സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 150 ഇൻറ്റു മീറ്റർ സ്ക്വയറിലോട്ട് ആക്കണം. സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലാക്കാൻ 10⁻² ചെയ്യണം. സ്ക്വയർ ആയത് കാരണമായിട്ട് ഹോൾ സ്ക്വയർ ആകുമ്പോൾ 10⁻⁴. 150 ഇൻറ്റു 10⁻⁴. യൂണിറ്റ് കൺവേർഷൻ ആർക്കും തെറ്റിപ്പോകരുത്. സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ 10⁻². ദെൻ സ്ക്വയർ ആണ്, അപ്പോൾ 10⁻⁴ മീറ്റർ സ്ക്വയർ. അതാണ് ഏരിയ അല്ലേ. ഇനി 80 ടേൺസ് ഇൻ ലോ വോൾട്ടേജ്. ലോ വോൾട്ടേജ് സെക്കൻഡറിയിലാണ് അല്ലേ. അതായത് 3000 ബാർ 200 നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഹൈ വോൾട്ടേജ് സൈഡ്, ഇത് ലോ വോൾട്ടേജ് സൈഡ്, ആ ഒരു കൺസിഡറേഷൻ ആയാലും മതി. അപ്പോൾ ലോ വോൾട്ടേജ് സൈഡ് എന്ന് വെച്ചാൽ N2 ഈക്വൽസ് ടു എത്രയാണ്? N2 ഈക്വൽസ് ടു 80 നമ്പറാണ് യൂണിറ്റ് അല്ലേ. നമ്പർ ഓഫ് ടേൺസ് നമ്പേഴ്സിലാണ് റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻ HV വൈൻഡിങ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ കണ്ടുപിടിക്കണമെങ്കിൽ N1/N2 ഈക്വൽസ് ടു എന്താണ്? E1/E2. ഇല്ലെങ്കിൽ N2/N1 ഈക്വൽസ് ടു E2/E1. ഓക്കെ, അല്ലെങ്കിൽ E2/E1 കണ്ടുപിടിച്ച് അതിന് എന്തെന്ന് പറയുക? വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ കെയുടെ വാല്യൂ. ചില ക്വസ്റ്റിൻ്റെ അകത്ത് വോൾട്ടേജ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ കാണാനും കൂടി ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് വേണം ബാക്കി പോകാൻ. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? N1 ഈക്വൽസ് ടു നമുക്ക് വേണ്ട എന്താണ്? ഹൈ വോൾട്ടേജ് N1 ആണ് കണ്ടത്. N2 നമുക്ക് തന്നിട്ടുണ്ട് 80 എന്ന്. അപ്പോൾ N1 ഈക്വൽസ് ടു N2 ഇൻറ്റു E1/E2 ചെയ്ത് നോക്കുക. എത്ര ടേൺസ്? അത്ര ടേൺസ് ആണ് N1. ഓക്കെ, ദെൻ
അതിനുശേഷം നമുക്ക് ബി പാർട്ട് കിട്ടി. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടേ? ഇനി ബി എം കണക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒന്നെങ്കിൽ ഫ്ലെക്സിന്റെ ഇക്വേഷൻ വേണം. അപ്പോൾ ഫ്ലെക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെക്സ് തന്നിട്ടില്ല, മാക്സിമം ഫ്ലെക്സിന്റെ ഇക്വേഷൻ തന്നിട്ടില്ല. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലെക്സ് ഡെൻസിറ്റി ആണ്, ബി എം ആണ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ എനിക്കുള്ളത്? ഇ എം എഫ് ഇക്വേഷൻ എഴുതിയാൽ മതി. നമുക്കിപ്പം E1ഉം E2ഉം അറിയാം. E1ഉം E2. അപ്പം പ്രൈമറി സൈഡിൽ ഇ എം എഫ് ഇക്വേഷനും സെക്കൻഡറി സൈഡിൽ ഇ എം എഫ് ഇക്വേഷനും മതിയാകും. ഞാൻ പ്രൈമറി സൈഡിൽ ഇ എം എഫ് ഇക്വേഷൻ E1 ഈക്വൽസ് ടു എഴുതിയാണ്. E1 ഈക്വൽസ് ടു 4.44 എന്താണ് എഫ് ഫൈ എം. നിങ്ങളുടെ ഫൈ എം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ബി എം ഇൻറ്റു എ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബി എം ആയതുകൊണ്ടാണ്. ഫൈ എം ആയിരുന്നെങ്കിൽ ഫൈ എം എന്ന് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ബി എം ഇൻറ്റു എ ചേർത്താണ് നമ്മൾ ഫൈ എം എന്ന് പറയുന്നത് അല്ലേ. ഇത് ഫ്ലക്സ് ഡെൻസിറ്റി ഏരിയ. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ആ ഒരു റിലേഷൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഫൈ ഈക്വൽസ് ടു ബി ഇൻറ്റു എ, അല്ലെങ്കിൽ ബി ഈക്വൽസ് ടു ഫൈ ബൈ എ. ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചാൽ മതി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. ഇതൊന്നും ആർക്ക് കൺഫ്യൂഷൻ വരരുതേ. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ടെസ്ല. അതാണ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് ഡെറൈവ് ചെയ്തപ്പോൾ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, മാക്സിമം ഫ്ലക്സ്, അങ്ങനെ നമ്മൾ ഡെറിവേഷൻ തന്നെ വരും. അതാണ് ബി എം ഫൈ എം എന്ന് നമ്മൾ പറയുന്നത്. നോർമലായിട്ട് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തറിയാം? നമുക്ക് പ്രൈമറി സൈഡിലോ സെക്കൻഡറി സൈഡിലോ ഇ എം എഫ് ഇക്വേഷൻ എഴുതാൻ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ബി എമ്മിൻ്റെ ഇക്വേഷൻ വേണം. ബി എം ഈക്വൽസ് ടു E1 ഡിവൈഡഡ് ബൈ 4.44 എഫ് അറിയാം, 50 ഇൻറ്റു ഏരിയ എത്രയാണെന്ന് അറിയാം, 150 ഇൻറ്റു അല്ലേ 10⁻⁴. E1 ഞാൻ 3000 വോൾട്ട് എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ബി എമ്മിൻ്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, യൂണിറ്റ് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ടെസ്ല. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇതും എക്സാമിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ട്രാൻസ്ഫോമർ റേറ്റിംഗ് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്നത് വോൾട്ട് ആംബിയർ, കിലോ വോൾട്ട് ആംബിയറാണ് ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫോമർ 25 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. 3 ഫേസ് ട്രാൻസ്ഫോമർ പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് 250 ടേൺസ് ഓൺ ദ പ്രൈമറി. N1 ഈക്വൽസ് ടു 250 numbers. N2 equals to, and 40 turns on the secondary. N2 equals to 40. Then the primary is connected to 1500 volt. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുകയാണ് എന്ത്? പ്രൈമറി കണക്ട് ചെയ്ത വോൾട്ടേജ് എത്രയാണ്? 1500 വോൾട്ട് ആണ്. 50 ഹെഡ്സ് ആണ് സപ്ലൈ അല്ലേ. ഇനി കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി കറണ്ട് ഓൺ ഫുൾ ലോഡ് കണക്ട് ചെയ്തു, മാക്സിമം ഫുൾ ലോഡ് കണക്ട് ചെയ്തു. ആ ട്രാൻസ്ഫോമർ റേറ്റിംഗിലുള്ള ഫുൾ ലോഡ് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും കറണ്ട്, അതായത് I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡറി EMF E2 കണ്ടുപിടിക്കണം. അതിനുശേഷം മാക്സിമം ഫ്ലക്സ് ഇൻ ദ കോർ, ഫ്ലക്സ് ഡെൻസിറ്റി അല്ല ഫ്ലക്സ് ആണ് അല്ലേ. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ എം കൂടി കണ്ടുപിടിക്കണം ഇൻ വെബർ. അതാണ് നമ്മുടെ എയിം. ഇതാണ് നമുക്ക് തന്നിക്കുന്ന കാര്യങ്ങൾ. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കണ്ടുപിടിക്കുക എളുപ്പം. എങ്ങനെയാണ്? പ്രൈമറി കണക്റ്റഡ് ടു 1500 വോൾട്ട്, ഫുൾ ലോഡ് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ അറിയാം. സെക്കൻഡറിയിലെ EMF എത്രയാണ്, അല്ലെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ലോസിന്റെ കാര്യം വേറെ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയാം? നമുക്ക് വേണമെങ്കിൽ E1 ഈക്വൽസ് ടു V1 എന്നും E2 ഈക്വൽസ് ടു V2 എന്നുള്ള അസംപ്ഷനിൽ നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ ലോസിന്റെ കാര്യങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെയാണ് പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത EMF E1 എന്നും ടെർമിനൽ വോൾട്ടേജിലുള്ള വോൾട്ടേജ് തന്നെയാണ് സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത EMF എന്നും.
നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ എടുത്ത് പറയും എങ്ങനെയാണ് നമ്മൾ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയാം. അതേ പ്രോബ്ലം നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരമായിട്ട് അധികം ചെയ്യാനൊന്നുമില്ല. നമുക്ക് പക്ഷെ കൺഫ്യൂഷൻ ആയിപ്പോയത്, ഒരിക്കലും V1ഉം E1ഉം സെയിം ആണ്, V2ഉം E2ഉം എപ്പോഴും സെയിം ആണെന്ന് വിചാരിക്കരുത്. എങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ ആയിക്കൊരു കൺഫ്യൂഷൻ ആയി പോകും. ഒരിക്കലും അപ്ലൈ ചെയ്ത വോൾട്ടേജും പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത EMFഉം സെയിം ആകില്ല. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തല്ല, നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്നുള്ള കൺസിഡറേഷനൊക്കെ എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് E1ഉം V1ഉം സെയിം ആണ്, E2ഉം V2ഉം സെയിം ആണ് അസംപ്ഷൻ തരിക. കാരണം ഇവിടെ വേറെ ലോസിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത EMF കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറയുകയാണ് V1 ഈക്വൽസ് ടു, അതായത് സപ്ലൈ വോൾട്ടേജ് V1 ഈക്വൽസ് ടു 1500 വോൾട്ട് അല്ലേ, അത് തന്നെയാണ് E1 എന്നുകൂടി ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ലെറ്റസ് ടേക്ക് അല്ലെങ്കിൽ അസ്യൂം എന്ന് പറയാം. ഓക്കെ, ദെൻ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, E2 സെക്കൻഡറി EMF കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണോ ചെയ്യാം, നമുക്ക് ഏത് ഓർഡറിലാണോ ഈ പ്രോബ്ലം ചെയ്യാം. E2 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക? E2 ഈക്വൽസ് ടു E2 ബൈ E1 ഈക്വൽസ് എന്താണ്, N2 ബൈ N1 ആണ് അല്ലേ. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സെക്കൻഡറി EMF E2 ഈക്വൽസ് ടു E1 ഇൻറ്റു N2 ബൈ N1. E1ൻ്റെ വാല്യൂ അറിയാം, E1ൻ്റെ വാല്യൂ എത്രയാ, 1500 വോൾട്ട്, N2ൻ്റെ വാല്യൂ അറിയാം 40, N1ൻ്റെ വാല്യൂ 250. അപ്പം ഈ എത്ര വോൾട്ട്, അത്ര വോൾട്ടാണ് യൂണിറ്റ് അല്ലേ. E2ൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ ആണ്. ഇനി അടുത്ത ശേഷം നമുക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത കാര്യം E1ഉം E2ഉം ആയി. അങ്ങനെയാണെങ്കിൽ ഈ φm കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. φm കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ഓർഡറിൽ പറയുന്നില്ല, ഞാൻ ഇത് ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഫ്ലക്സിൻ്റെ കോർണർ എടുക്കുന്നത് EMF ഇക്വേഷൻ മതി. നമുക്ക് ഫ്ലക്സും അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ ലിങ്ക് ചെയ്യുന്ന ഇക്വേഷൻ EMF ഇക്വേഷനിലാണ് നമുക്ക് അത് ലിങ്ക് ആവുന്നത്. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടില്ല. ആ ഇക്വേഷനോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് നമുക്ക് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഇപ്പോൾ ക്വസ്റ്റിനകത്ത് K ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്തെടുത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴും ഈ ട്രാൻസ്ഫോമറും ഒരു കോർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് റഫായിട്ട് ട്രാൻസ്ഫോമർ കോർ ടൈപ്പ്, ലെറ്റസ്റ്റ് ടേക്കൻ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഡയഗ്രാം കൂടെ വരയ്ക്കാം. അപ്പോൾ അതിൽ പ്രൈമറി കറണ്ടും അപ്ലൈ ചെയ്ത വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് നോട്ടേറ്റ് ചെയ്ത് വയ്ക്കാം എക്സാമിന് എഴുതുന്ന സമയത്ത്. നമുക്ക് φm കണ്ടുപിടിക്കണമെങ്കിൽ E1ഓ E2 രണ്ടിൽ ഏതെടുത്ത് കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെ കിട്ടും. E1ഓ E2ൻ്റെ ഇക്വേഷൻ, E1 ആണെങ്കിൽ 4.44 φm f N1, E2 ആണെങ്കിൽ 4.44 φm f N2, അത്രയേ ഉള്ളൂ. നമുക്ക് N2ഉം N1ഉം E1ഉം E2ഉം എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്തു നിന്നും φm കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ φm മാത്രമാണ് അൺനോൺ. E1ൻ്റെ വാല്യൂ 1500 എന്ന് എടുക്കുക. ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അബദ്ധവശാൽ ഫ്രീക്വൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 50 ഹെർട്സ് എന്ന് അസ്യൂം ചെയ്യാനായിട്ട് കാണിച്ചാൽ മതി. നോർമലി 50 ഹെർട്സ് എന്ന് പറയും. അതുപോലെ തന്നെ N1 നമ്പർ ഓഫ് ടേൺസ് 250 ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാകുമ്പോൾ നമുക്ക് പാർട്ട് ബിയും പാർട്ട് സിയിലെയും ആൻസർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പാർട്ട് എ ആണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി കറണ്ട് ഓൺ ഫുൾ ലോഡ്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ഫുൾ ലോഡ് കണക്ട് ചെയ്തു, സെക്കൻഡറി ലോഡ് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാത്രമേ, ഒരു ലോഡ് കണക്ട് ചെയ്താൽ മാത്രമേ സെക്കൻഡറി കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ ഇല്ലേ. സെക്കൻഡറി ടേൺസിൽ വൈൻഡിങ്ങിൽ അതിൽ നിന്നെടുത്ത ഔട്ട്പുട്ട് ടെർമിനലിൽ ഒരു ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ ഇല്ലൂ, ഇല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. പക്ഷേ ഇൻഡ്യൂസ് EMF ഉണ്ടാവും, പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ലോഡ് കണക്ട് ചെയ്യണം, ക്ലോസ്ഡ് പാത്ത് വരണം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫുൾ ലോഡ് സമയത്ത് അപ്പോൾ അവിടെ എന്തായാലും സെക്കൻഡറി കറണ്ട് ഉണ്ട്, ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ലോഡ് സമയത്ത് ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി കറണ്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രൈമറിയും കറണ്ട് ഉണ്ടാവും. ഇല്ല എങ്കിൽ സെക്കൻഡറിയിൽ ഞാൻ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ സെക്കൻഡറി കറണ്ട് 0 ആണ്, പ്രൈമറിയിലായിക്കൂടി ചെറിയ കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അത് മാഗ്നറ്റൈസിങ് കറണ്ടാണ്. പിന്നെ കൂടാതെ ഒരു കമ്പോണന്റ് കൂടി ഉണ്ട് നോ ലോഡ് സമയത്ത്, അത് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും. നോ ലോഡ് കണ്ടീഷൻസ് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഐഡിയൽ കേസിൻ്റെ അകത്ത് പറഞ്ഞപ്പോഴാണ് മാഗ്നറ്റൈസിങ് കറണ്ട് മാത്രം പറഞ്ഞു വെച്ചത്. ഓക്കെ ആണ്. ഇനി നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലോഡ് കണക്ട് ചെയ്തു, ഫുൾ ലോഡ് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും പ്രൈമറിയിലും സെക്കൻഡറിയിലും കറണ്ട് ഉണ്ട്. നമുക്ക് I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം. എനിക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എത്രയാണ്, 25 kVA ആണ് എൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പവർ റേറ്റിംഗ് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലെയും
പവർ അറിയാം അല്ലേ? ട്രാൻസ്ഫോമർ റേറ്റിംഗ് എത്ര? 25 kVA ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 1500 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എനിക്ക് എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 10⁻³ ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇല്ലേ? വി ഇൻറ്റു ഐ ഞാൻ എഴുതുകയാണെന്ന് ഇരിക്കട്ടെ. ഈക്വൽസ് ടു ഇതാണ് എത്ര KVA ആണ്? 25 kVA ആണ് നമ്മൾ എഴുതുന്നത് അല്ലേ? 25 kVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കിലോ വോൾട്ട് ആംപിയർ. ഇതാണ് നമുക്കൊരു സൈഡിലെ പവർ. അതായത് 25 kVA ഈക്വൽസ് ടു എന്തെന്ന് എഴുതാം? 25 kVA ഡിവൈഡഡ് ബൈ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? പ്രൈമറിയിലെ കറണ്ട് ആണ്. കറണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ കറണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 25 kVA ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? വോൾട്ട്. 25 kVA ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്. ഇങ്ങനെയാണ് എങ്കിൽ പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ അത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 1500 വോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ആംപിയർ കിട്ടും. എങ്ങനെയാ കിട്ടുക? പ്രൈമറി കറണ്ട് I1 ഈക്വൽസ് ടു 25 ഇൻറ്റു 10⁻³ 25 kVA ആണല്ലേ? ഡിവൈഡഡ് ബൈ എന്തുകൂടെ ചെയ്യണം? വോൾട്ടേജ് അല്ലേ? ഐ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? വോൾട്ടേജ് എത്രയാണ്? പ്രൈമറിയിൽ 1500 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? I1 എന്ന് പറഞ്ഞ കറണ്ട് കിട്ടും. ഇൻ ആംപിയറിൽ കിട്ടും. ഓക്കെ. ഇനി എനിക്ക് സെക്കൻഡറി കണ്ടുപിടിക്കണം എന്നുണ്ട് എങ്കിൽ I1/I2 റേഷ്യോ എനിക്കറിയാം. അല്ല എങ്കിൽ I2 ഇക്വേഷന് എനിക്കിപ്പോൾ E2 കണ്ടുപിടിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ എനിക്കിവിടെ ഡിനോമിനേറ്ററിൽ വോൾട്ടേജിന് പകരമായിട്ട് എന്ത് കൊടുത്താൽ മതി? എത്ര വോൾട്ടേജ് ആണോ E2 കിട്ടിയത് അല്ലെങ്കിൽ V2 ടെർമിനൽ വോൾട്ടേജ് നമ്മൾ എടുത്തത് അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് I2 ഇക്വേഷൻ കിട്ടും. ഓക്കെ. 25 kVA ആണ്. കിലോ വോൾട്ട് ആംപിയർ 25 ആണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് കറണ്ട് കണ്ടുപിടിക്കണം. എനിക്ക് പ്രൈമറിയുള്ള വോൾട്ടേജ് എത്ര അപ്ലൈ ചെയ്യാണ്? 1500 വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറണ്ട് എത്ര? ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഫുൾ ലോഡ് സമയത്തുള്ള കറണ്ടാണ്. ഓക്കെ, ഫുൾ ലോഡ് കറണ്ടാണ്. ഇനി അതുപോലെ തന്നെ ഫുൾ ലോഡ് കറണ്ടാണ് നമ്മൾ പറയാം. അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം ഈ ടൈം കൂടെ. ഫുൾ ലോഡ് കറണ്ട് നമ്മൾ പറയണം. ഇനി I1/I2 അല്ലെങ്കിൽ I2/I1 ഈക്വൽസ് ടു I2/I1 ഈക്വൽസ് ടു N1/N2 അല്ലെങ്കിൽ E1/E2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോ എടുക്കുക അല്ലെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ I2 ഈക്വൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. I2 ഈക്വൽസ് ടു I1 ഇൻറ്റു N1/N2. ഇല്ലെങ്കിൽ I2 ഇവിടെ ഇക്വേഷൻ പ്രകാരമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ I2 ഈക്വൽസ് ടു 25 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ് അതോട് കൊടുത്തു കൊടുക്കാനും മതി. ഓക്കെ. പല മെത്തേഡിൽ കൂടെ പല വഴി കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതേപോലത്തെ മോഡൽ പ്രോബ്ലംസ് ഞാൻ PDF ആയിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഞാൻ സൊല്യൂഷൻ അതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളെല്ലാം ശ്രമിച്ച് ട്രൈ ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം ഞാൻ എൻ്റെ സൊല്യൂഷനോട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. നമുക്ക് അടുത്തൊരു ഈ ക്വസ്റ്റ്യൻ എല്ലാം ഇതേ മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് 2019 ഏപ്രിലിലെ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫൈനലായിട്ടുള്ള ഇതോടെ ഡിസ്കസ് ചെയ്താൽ മതിയാകും. ഓക്കെ. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് 400 പ്രൈമറി ആൻഡ് 1000 സെക്കൻഡറി ടേൺസ്. N1 ഈക്വൽസ് ടു എത്രയാണ്? 400. Then N2 ഈക്വൽസ് ടു 1000. Then the net cross section area of the core is 60 centimeter square. A equals to 60 centimeter square. That is equal to 60 into centimeter meter ആക്കാനായിട്ട് 10⁻². meter square ആക്കാൻ 10⁻⁴. Okay. Then if the primary winding is connected to supply of 520 volt. ഞാൻ ഇവിടെ അസ്യൂം ചെയ്യുകയാണ് V1 equals to E1 equals to എത്ര? 520 volt. അതായത് E1 equals to 520 volt, frequency 50 Hz. then നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ടേൺസ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടേൺസ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടേൺസ് റേഷ്യോ K ഈക്വൽസ് ടു N2/N1. N2 എത്രയാണ്? N2 എത്രയാണ്? 1000 ആണ്. N1 എത്രയാണ്? 400 ആണ്. അപ്പോൾ N2/N1 ചെയ്യുമ്പോൾ എത്രയാണ് ടേൺസ് റേഷ്യോ? അപ്പോൾ പാർട്ട് എ ആയി.
പാർട്ട് ബി മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ. അതിന് നമുക്ക് E1ന്റെ ഇക്വേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ E1 ഈക്വൽസ് ടു 4.44 F5m then N1. E2 വേണമെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് E2 കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ E2യുടെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. then ഫ്രീക്വൻസി 50 ഹെർട്സ് എന്നറിയാം, N1 നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി അറിയാം, E1 അറിയാം. അങ്ങനെയാണെങ്കിൽ 5m ഇക്വേറ്റ് ചെയ്തെടുക്കുക. യൂണിറ്റ് വെബർ. then EMF induced in the secondary E2 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? E2 by E1 equals to N2 by N1. N2 അറിയാം, N1 അറിയാം, E1 അറിയാം. then E2 equals to E1 into N2 by N1. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരും. വോൾട്ടേജിലാണ്, വോൾട്ടാണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ യൂണിറ്റ്. ഇത്ര കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ചെയ്ത കണ്ടീഷൻസിലെല്ലാം നമ്മൾ ചെയ്തത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അതായത് വേറെ ലോസിന്റെ കാര്യമോ അതുപോലെ വേറെ ഒരു കാര്യം നമ്മളിത് പറയുന്നില്ല. വൈൻഡിങ് റെസിസ്റ്റൻസിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെയാണ് ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ എടുക്കുകയാണ്. എങ്കിൽ നമുക്ക് EMF ഇക്വേഷൻ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ ഇക്വേഷൻ അല്ലേ ഇത്. അവിടെ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഇക്വേഷൻ നമുക്ക്. അപ്പോൾ ഈ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എടുക്കുക, EMF ഇക്വേഷൻ എടുക്കുക, കണക്ട് ചെയ്ത് എഴുതുക ഏതാണോ ഇത് വേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കാനുള്ള കാര്യം BM ആണ് ചോദിച്ചത്. ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ BM ആണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. ഓക്കെ, 5m ആണ്. ഫ്ലക്സ് ആണ്, ഇതിലും ചോദിച്ചു, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫ്ലക്സ് ഡെൻസിറ്റി തന്നെയാണ് അല്ലേ, BM തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്തെന്ന് കൊടുക്കണം? BM ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കുക. ഏരിയ തന്നിട്ടുണ്ടല്ലോ 16. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ ഇവിടെ എടുത്താലും കണ്ടുപിടിക്കാമല്ലോ. BM കൊണ്ട് കണ്ടുപിടിച്ചു. നമ്മൾ ആദ്യം ചെയ്ത അതേ മോഡൽ. ഓക്കെ, ഇതാണ് നമുക്ക്. ഞാൻ ഫസ്റ്റ് ടോപ്പിക്കിൽ ചെറിയൊരു പോർഷൻ കൂടി വിട്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇന്നത്തെ ഒരു പോയിന്റ് കൂടെ വിട്ടുപോയിട്ടുണ്ട്, അത് ഞാൻ ഓർമ്മിച്ചത്. നമ്മൾ ഈ കണ്ടുപിടിച്ച ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിച്ചില്ലേ, ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1, അതായത് N2 by N1 ഈക്വൽസ് ടു ആണ് K അല്ലേ. അതായത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ അതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താ? N2 by N1 ഈക്വൽസ് ടു K എന്നുള്ള കണ്ടീഷൻ ആലോചിച്ച് നോക്കുക. N2 by N1 ഈക്വൽസ് എന്താണ്? N2 by N1 ഈക്വൽസ് ടു K. ഓക്കെ, ഞാനത് വേറെ എഴുതാം. N2 by N1 equals to transformation ratio K if K is greater than 1. and mean ചെയ്യുന്നത് എന്താ? K greater than 1 ആവണമെങ്കിൽ എന്തായാലും N2ന്റെ വാല്യൂ എന്തായിരിക്കും? N1നേക്കാളും കൂടുതലായിരിക്കും അല്ലേ. N2 ആയിരിക്കണം കൂടുതൽ, N1 കുറവാണെങ്കിൽ Kയുടെ വാല്യൂ എന്താവുകയുള്ളൂ? greater than 1 ആവുകയുള്ളൂ. N2ന്റെ വാല്യൂ N1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതൊരു നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എക്സാമിന് ചോദിക്കും. നമുക്ക് ഈ പോയിന്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിരിക്കും. ഇനി ഇഫ് K ഈസ് ലെസ് ദാൻ 1, Kയുടെ വാല്യൂ എപ്പോഴാണ് 1നേക്കാളും താഴെ വരുന്നത്? അത് ഡിനോമിനേറ്ററുള്ള വാല്യൂസ് കൂടുമ്പോഴാണ്, ന്യൂമറേറ്ററിനേക്കാൾ. അപ്പം മീൻ ചെയ്യുന്നത് എന്താ? N1 ഈസ് ഗ്രേറ്റർ ദാൻ N2. ആ കണ്ടീഷനിലാണ് Kയുടെ വാല്യൂ 1നേക്കാളും താഴെ വരുന്നത്. നമ്മൾ ഡെഫിനിഷനായിട്ട് പറയാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയും? സെക്കൻഡറി ടേൺസ് കുറവ്, പ്രൈമറി ടേൺസ് കൂടുതൽ, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയായിരിക്കും ചെയ്യുക. നമുക്ക് EMF ഇക്വേഷൻ മനസ്സിലായില്ല, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. N1നെ N2നെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ട് EMF ഇക്വേഷൻ പോകാം. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ ഇൻഡിവിജ്വൽ EMFന്റെ വാല്യൂ കൂടും. ഓക്കെ, ഇനി ഇഫ് K ഈക്വൽസ് ടു 1, Kയുടെ വാല്യൂ 1 ആണ്, അതായത് N2ന്റെ N1ന്റെ വാല്യൂ സെയിം, അതായത് N2 ഈക്വൽസ് N1, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയും സെയിം ആണ് എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. പ്രാക്ടിക്കൽ കേസ് കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിനെ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യും. അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാലത്ത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യും ഒരു സർക്യൂട്ടിൽ. ഓക്കെ, അവിടെ സെക്കൻഡിൽ കറണ്ട് കുറവായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ കൂടി നിങ്ങൾ ഓർത്തിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ്? വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ദെൻ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതേ മോഡൽ പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ഇത് നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ബാക്കി കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻ പേപ്പറോട് ഞാൻ PDF നോട്ടായിട്ട് തരാം, ശേഷം സൊല്യൂഷൻ, അതിന് ശേഷം പിന്നീട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും കൂടെ പഠിക്കണം. നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എന്താണെന്ന് പറയുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ഡിഫറൻസ്,
അതുപോലെ തന്നെ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്താണ്, ഇ എം എഫ് ഇക്വേഷൻ ഡെറിവേഷൻ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ഈ ഇ എം എഫ് ഇക്വേഷൻ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റിലേഷൻസിലൂടെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. നമുക്കിനി ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ള പോർഷൻസ് നോ ലോഡ് കണ്ടീഷനിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ലോഡ് സമയത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഓപ്പറേഷൻ, ദെൻ ഒരു ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോമർ വരയ്ക്കാൻ കഴിയുക, ഫേസർ അനാലിസിസ് ചെയ്യാൻ കഴിയുക, ലോഡ് അനുസരിച്ച് എങ്ങനെയാണ് ഫേസർ ഡയഗ്രം വരിക, അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആ പോർഷൻസ് കൂടിയാണ് ഫസ്റ്റ് മോഡ്യൂൾ ബാക്കിയായിട്ടുള്ളത്. ഓക്കെ, ഇതുവരെയുള്ള എല്ലാ പോർഷൻസ് എല്ലാ ആൾക്കാരും പഠിക്കണം. പ്രോബ്ലംസ് എല്ലാം നോട്ട്ബുക്ക് എഴുതണം. ഈ ഞാൻ പറഞ്ഞ ഓരോ മെയിൻ ഹെഡിങ് ആയിട്ട് പറഞ്ഞ എല്ലാ പോയിന്റും നോട്ട്ബുക്കിൻ്റെ അകത്ത് ഉണ്ടാവണം, ഷോർട്ട് നോട്ടായിട്ട്. PDF അതുപോലെ കോപ്പി അടിക്കാനല്ല പറയുന്നത്. PDF നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് ബാക്കി കുറച്ച് നല്ല സെൻറ്റൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം PDF വായിച്ച് നോക്കിയാൽ മതിയാകും. ഓക്കെ, എല്ലാവരും പഠിച്ചോളണം. ഡൗട്ടുകൾ നിങ്ങൾ ഉറപ്പായിട്ട് ഡൗട്ടുകൾ ചോദിക്കണം. എന്ത് ഡൗട്ട് ആയിക്കോട്ടെ ഓപ്പണായിട്ട് ചോദിക്കണം. നമുക്കത് ഒരു സെക്ഷൻ പോലെ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ നമുക്ക് വെക്കണം. ഒരു ലൈവ് ക്ലാസ് അതിന് ശേഷം നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് വെക്കുകയും വേണം. അതുപോലെ നിങ്ങൾ സജഷൻസ് കാര്യങ്ങളൊന്ന് പറയുക. നിങ്ങൾ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുകയും വേണം. ഓക്കെ, ശരി, താങ്ക് യു.